വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഈ ഒരു കംപ്ലീറ്റ് ലോക്ക്ഡൗണിൻ്റെ ടൈമിൽ നിങ്ങൾ മിക്കവരും തന്നെ ഫോൺ, ടി വി, ഫുഡ് അങ്ങനെ ഒരു ലേസി സൈക്കിളിലായിരിക്കും ഉണ്ടാവുക. സോ അതിൽ കൂടുതൽ സമയവും നിങ്ങൾ മിക്കവരും തന്നെ ഫോണിലായിരിക്കും ചിലവഴിക്കുക. സോ അങ്ങനെ ഫോൺ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വെറുതെ ഉപയോഗിച്ച് സമയം കളയാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ സോഷ്യൽ മീഡിയാസ് ഒന്നും യൂസ് ചെയ്ത് വെറുതെ സമയം കളയാതെ ആ ഒരു ടൈം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ഒരു ഓൺലൈൻ ഏണിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഏതൊക്കെ രീതിയിൽ ഏൺ ചെയ്യാം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനും ഈ വീഡിയോയിലൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ എല്ലാവരും തന്നെ ഈ വീഡിയോ മുഴുവനായി കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഹൈവ് മൈക്രോ എന്നാണ് ഈ വെബ്സൈറ്റിൻ്റെ പേര്. ആൻഡ് ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിളായ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ഈ വെബ്സൈറ്റിനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ ആപ്പ് വേർഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഇതിൻ്റെ സൈനപ്പ് ചെയ്യാൻ, ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് സൈനപ്പ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്യുക, ദെൻ ക്ലിക്ക് സബ്മിറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് പകരം ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ID ഉപയോഗിച്ചാണെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ആൻഡ് നിങ്ങൾക്കിവിടെ കാണാം, വളരെ സിമ്പിളായ ഒരു ഇൻ്റർഫേസ് ആണ് ഈ വെബ്സൈറ്റിനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ജോബ്സ് ലെഫ്റ്റ് സൈഡിലൂടെ ലിസ്റ്റ് ചെയ്തേക്കുന്നത് കാണാം. എല്ലാം തന്നെ 4, 3, 1.5, 2 ആ ഒരു റേഞ്ചിലുള്ള ആ ഒരു രീതിയിൽ പേ ഔട്ട് ചെയ്യുന്ന അത്രയും ഡോളേഴ്സ് പേ ഔട്ട് ചെയ്യുന്ന ഓരോ ജോബുകളാണ് ഇവിടെ, സ്മോൾ ജോബുകളാണ് ഇവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബിന് നമ്മൾ ക്വാളിഫൈ അല്ലെങ്കിൽ ആ ജോബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് പാസ് ആവേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ലോഗോ സഫാരി എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ജോബ് ടാസ്ക് ആണ് എടുക്കുന്നത്. ആൻഡ് ഇതിന് 1000 ടാസ്കിൽ $2 എന്ന രീതിയിലാണ് അതിൻ്റെ പേ ഔട്ട്. സോ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ആദ്യം തന്നെ നമുക്ക് നോക്കാം. ആൻഡ് ഇവിടെ ഈ ഒരു ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ തന്നെ $0.10 പേ ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ജോബിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് തന്നേക്കുന്ന ലോഗോയ്ക്ക് ചുറ്റും ബോക്സുകൾ വരയ്ക്കുക എന്നുള്ളതാണ്. സോ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഒരു ലോഗോയാണ്. ഇത്തരത്തിൽ ലോഗോയുടെ ചുറ്റും ബോക്സ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരമാവധി ഇതിന് ചുറ്റുമുള്ള, അതായത് നമ്മുടെ ലോഗോയ്ക്ക് ചുറ്റുമുള്ള സ്പേസസ് പരമാവധി മിനിമൈസ് ചെയ്യുക. ജസ്റ്റ് ആ ലോഗോയുടെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ആ ലോഗോ മാത്രം ആ ഒരു ബോക്സിനുള്ളിൽ ഇൻക്ലൂഡ് ആകത്തക്ക രീതിയിൽ മാത്രം ബോക്സ് വരയ്ക്കുക. അതിന് പുറമെ കൂടുതൽ സ്പേസസ് വന്നാൽ നമ്മൾ ഈ ഈ ബോക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഒരു പർട്ടിക്കുലർ ലോഗോ കുറച്ചുകൂടെ ഇൻകറക്റ്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ അങ്ങനെ ഇൻകറക്റ്റ് ആവും തോറും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ കാണാം. ആൻഡ് ഈ ഒരു എക്സാമ്പിൾ നൈക്കിയുടെ ഒരു സിമ്പിളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്തും പരമാവധി ഇതിൻ്റെ ഈ ലോഗോയ്ക്ക് പുറമേയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്പേസസ് പരമാവധി മിനിമൈസ് ചെയ്ത് ആ ലോഗോ മാത്രം ആ ഒരു റെക്ടാങ്കുലർ ബോക്സിൽ ഫിറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഡ്രോ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകറക്റ്റ് എന്നൊരു മെസ്സേജ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നമുക്ക് വിസിബിൾ ആവുക. സോ പരമാവധി ആ ബോക്സിനുള്ളിൽ ആ ലോഗോ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഓരോ ഇമേജസിലും ഈ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് നമുക്കിവിടെ കാണാം, ഈ ഒരു പർട്ടിക്കുലർ കാര്യവും കറക്റ്റായിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റി. സോ നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഗൂഗിളിൻ്റെ ഒരു ലോഗോയാണ് വിസിബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇതിലും സംഗതിയൊന്നും വ്യത്യാസമൊന്നുമില്ല. കാരണം നമുക്ക് ആ ലെറ്റേഴ്സിന് പുറമേ ഉള്ള സ്പേസസ് അല്ലെങ്കിൽ G കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ D കഴിഞ്ഞിട്ട് പരമാവധി സ്പേസസ് കുറച്ച് മാത്രം ഈ പറഞ്ഞ പർട്ടിക്കുലർ ബോക്സ് വരയ്ക്കുക. സോ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് നമ്മുടെ ടൈം ഫ്രെയിം ഒന്നും ഈ പറയുന്ന വെബ്സൈറ്റുകൾ നമ്മളോട് പറയുന്നില്ല ഈ ക്വാളിഫിക്കേഷൻ ടെസ്റ്റിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമയമെടുത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം ആ ഒരു പർട്ടിക്കുലർ സ്പേസ് പരമാവധി കുറച്ച് ആ ലോഗോ മാത്രം ആ ബോക്സിനുള്ളിലാക്കാൻ ശ്രമിക്കുക. അടുത്ത ടാസ്ക് മൂന്ന് ലോഗോസ് ഇവിടെ തന്നിട്ടുണ്ട്. ആ മൂന്നിനും ഓരോ ബോക്സ് വീതം വരയ്ക്കുക എന്നുള്ളതാണ്. ഇത് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് ചെയ്യുക. കാരണം ഓവർലാപ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പർട്ടിക്കുലർ ബോക്സും ആ ലോഗോയും തമ്മിലുള്ള സ്പേസസ് വളരെ മിനിമൈസ് ചെയ്യുക. അതായത് വളരെ കുറച്ച്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസുകൾ ഒത്തിരി കൂടാത്ത രീതിയിൽ ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ബാക്കിയുള്ള ടാസ്കുകളെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. കാരണം വളരെ സൂക്ഷ്മതയോടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടാസ്ക് നമ്മൾ ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓരോ ടാസ്കുകൾക്കും ഓരോ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ തരുന്നുണ്ടാകും. സോ ഇൻസ്ട്രക്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. എങ്കിൽ മാത്രമേ ഈ ലോഗോയുടെ എത്രത്തോളം ഭാഗം നമ്മൾ ബോക്സ് ചെയ്യണം അല്ലെങ്കിൽ ബോക്സ് ചെയ്യരുത് എന്നുള്ള ഐഡിയാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻസിലൂടെ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇതിനൊന്നും ടൈം ഫ്രെയിം അവർ പറയുന്നില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആ ഇൻസ്ട്രക്ഷൻസ് നോക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്ത് കെയർഫുള്ളായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. വെറുതെ ടെൻഷൻ അടിച്ച് കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാമല്ലോ എന്നോർത്ത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് പാസ്സാവാതിരിക്കാനുള്ള ചാൻസസ് ആണ് കൂടുതൽ.
സോ നമുക്കിവിടെ കാണാം 24 ടാസ്കുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അതിൽ 20 എണ്ണം കറക്റ്റ് ആക്കണം. അതായത് ഓൾമോസ്റ്റ് 83% അല്ലെങ്കിൽ 83% ആക്യുറേറ്റ് ആയിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് സമയം എടുത്ത് വളരെ കെയർഫുൾ ആയിട്ട് മാത്രം ഈ ലോഗോസ് ബോക്സിനുള്ളിലാക്കാൻ ശ്രമിക്കുക. 24 ടാസ്കോളം കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റിൽ. അതുകൊണ്ട് തന്നെ ഇതിലെ എല്ലാം 24 എണ്ണവും ഞാനിവിടെ ഇൻഡിവിജ്വലായിട്ട് ഓരോന്ന് എടുത്ത് കാണിക്കുന്നില്ല. കാരണം എല്ലാം ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ബോക്സ് വരയ്ക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ ഇതിൽ ചില അത്യാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളുടേത് മാത്രമാണ് ഞാൻ എക്സെപ്ഷണൽ കേസസ് ആയിട്ട് എടുത്തു പറയുന്നുള്ളൂ. ബാക്കിയെല്ലാം ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പോവാണ്. ലോഗോ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ടാസ്ക്കാണ് ഒരിത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. കാരണം നമുക്ക് എല്ലാ ലോഗോസും കറക്റ്റായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിന് എത്രത്തോളം ബൗണ്ടിങ് ബോക്സ് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്റ്റൻസ് വെച്ചിട്ട് ബോക്സ് വരയ്ക്കണം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു കേസിൽ റോളക്സിൻ്റെ ഒരു ലോഗോയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഏകദേശം നമുക്ക് അതിൻ്റെ ഒരു എല്ലാ ഭാഗവും ഒന്നും കാണാനും പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം അത് നമുക്ക് കാണത്തക്ക രീതിയിൽ ജസ്റ്റ് അതിന് ചുറ്റും ഒരു ബോക്സ് വരയ്ക്കാൻ ശ്രമിക്കുക. ഈ ഒരു ടാസ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ഒന്നും നമ്മൾ ബോക്സ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ലോഗോസ് മാത്രം ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഗൂഗിളിൻ്റെ ഒരു ലോഗോ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഫെമിലിയർ ആയ ഒരു ലോഗോ ആയതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ബോക്സ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കേസിൽ തന്നേക്കുന്ന ഇമേജിൽ നമുക്കറിയാം ഇത് രണ്ടും ജസ്റ്റ് പ്ലെയിൻ ടെക്സ്റ്റ് മാത്രമാണ്, ലോഗോ ആയിട്ടൊന്നുമില്ല. സോ ആ ഒരു കേസിൽ നത്തിങ് ടു ബൗണ്ട് എന്നൊരു ഓപ്ഷൻ ടോപ്പ് റൈറ്റ് സൈഡിൽ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഫോണിൻ്റെ ഇമേജിലാണെങ്കിലും സാംസങ് എന്ന ലോഗോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. സോ അതിന് ചുറ്റും ബോക്സ് വരയ്ക്കുക. ഇതുപോലുള്ള ചില അതായത് എല്ലാ ഇമേജസിലും ചിലപ്പോൾ നമുക്ക് ഈ ലോഗോ മാർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനത്തെ കേസിൽ നത്തിങ് ടു ബൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നേരെ മറിച്ച് നമുക്ക് കാണാവുന്ന ഓപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പരമാവധി സൂം ഇൻ അല്ലെങ്കിൽ സൂം ഔട്ട് അല്ലെങ്കിൽ പാൻ ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത ഒരു രീതിയിൽ കാണത്തക്ക രീതിയിൽ ആ ലോഗോയ്ക്ക് ചുറ്റും ബോക്സ് വരയ്ക്കാൻ ശ്രമിക്കുക. ഈ ഒരു ടാസ്കിൽ കൺട്രീസിൻ്റെ ഫ്ലാഗുകളാണ് നിൽക്കുന്നത്. ആ ഫ്ലാഗുകളൊന്നും നമ്മൾ എന്ത് ചെയ്യുക, ബോക്സ് ചെയ്യാതിരിക്കുക. അതാണ് ഇതിൽ തന്നേക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ടാസ്കിൽ നമുക്ക് തന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻ. സോ ഇതിൽ നമുക്ക് ഇവിടെ കാണാൻ തന്നേക്കുന്ന മുഴുവൻ ഫ്ലാഗുകളാണ്, രാജ്യങ്ങളുടെ ഫ്ലാഗുകളാണ്. സോ ഇതിലൊന്നും തന്നെ നമുക്ക് ബൗണ്ട് ചെയ്യാനുള്ള. സോ നത്തിങ് ടു ബൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ടാസ്കിൽ ഇവിടെ നമുക്ക് ഒട്ടും തെളിയാത്ത അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത ബ്ലർ ആയിട്ടുള്ള ഇമേജസ് ആണ് തന്നേക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൂടുതൽ ഇതിൽ നിന്നൊന്നും തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നത്തിങ് ടു ബൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ടാസ്കിൽ നമുക്ക് തന്നേക്കുന്ന ഹാൻഡ് ഡ്രോൺ ലോഗോസ് എന്ത് ചെയ്യാതിരിക്കുക, ബോക്സ് ചെയ്യാതിരിക്കുക. നേരെ മറിച്ച് റിയൽ ലോഗോസ് മാത്രം ബോക്സ് ചെയ്യുക. നമുക്കിവിടെ കാണാം ആദ്യം മക്ഡൊണാൾഡ്സിൻ്റെ ഒരെണ്ണം തന്നിട്ടുണ്ട്. അത് തന്നേക്കുന്നത് ഹാൻഡ് ഡ്രോൺ ആണ്, നമുക്ക് ക്ലിയർ ആയിട്ട് വിസിബിൾ ആണ്. ആൻഡ് ഈ രണ്ടാമത്തെ കേസിൽ നമുക്കിവിടെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഇമേജിൽ നമുക്കിവിടെ റിയൽ മക്ഡൊണാൾഡ്സിൻ്റെ ഒരു പർട്ടിക്കുലർ ലോഗോ കാണാം. സോ അത് വളരെ നീറ്റായിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ബോക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ടാസ്കിൽ നേരത്തെ ലേബിൾ ചെയ്യാത്ത അല്ലെങ്കിൽ ലേബിൾ ചെയ്യാനുള്ള ഏരിയാസ് മാത്രം നമ്മൾ ബോക്സ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു പിക്ചറിൽ കാണാൻ നമുക്ക് ഓൾറെഡി ഒരു അഡിഡാസിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ ബോക്സ് ചെയ്തിട്ടുണ്ട്. സോ ഈ ടീഷർട്ടിലുള്ള ബാക്കി അഡിഡാസ് എഴുതിയേക്കുന്ന ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം നമ്മൾ ബോക്സ് ചെയ്താൽ മതിയാവും. അതായത് മൾട്ടിപ്പിൾ ഏരിയാസ് നമ്മുടെ ഇമേജസിൽ ചിലപ്പോൾ ബൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ബോക്സ് ചെയ്യേണ്ടതായിട്ട് വരും. സോ മക്ഡൊണാൾഡ്സിൻ്റെ 2 കവറുകളാണ് ഈ ഒരു ടാസ്കിൽ ഈ ഒരു ഇമേജിൽ നമുക്ക് തന്നേക്കുന്നത്. ആൻഡ് ഇതിലാണെങ്കിലും 2 എണ്ണം നമുക്ക് അല്ലെങ്കിൽ രണ്ട് ലോഗോസ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബോക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് അതുപോലെ തന്നെ പാൻ ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. കാരണം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ പറഞ്ഞ ലോഗോയും അതിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ അതിൻ്റെ റൗണ്ടഡ് ആയിട്ടുള്ള സ്പേസസ് എല്ലാം നമുക്ക് പരമാവധി എക്സ്ക്ലൂഡ് ചെയ്ത് വേണം ബോക്സ് വരയ്ക്കാൻ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു സൂം ഇൻ അല്ലെങ്കിൽ സൂം ഔട്ട് ഓപ്ഷൻസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ട്, അതായത് ആ ഇമേജസ് അല്ലെങ്കിൽ ആ ഒരു ലോഗോ എത്രത്തോളം വലിപ്പമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം വലിപ്പമുള്ള ബോക്സ് വേണം നമ്മൾ വരയ്ക്കാൻ നമുക്ക് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ഈ സെറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്ത് നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു കേസിൽ 3 ലോഗോസ് അല്ലെങ്കിൽ 3 ഏരിയാസ് നമുക്ക് ഷെയ്ഡ് ചെയ്യേണ്ട പറഞ്ഞ പർട്ടിക്കുലർ ഡ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇവിടെ 2 സിമ്പിൾസ് ഓൾറെഡി 2 ലോഗോസ് ഓൾറെഡി ഇവരിവിടെ ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് മൂന്നാമത്തേത് ആ ടീഷർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. സോ സൂം ഓപ്ഷൻസ് നിങ്ങൾക്ക് പരമാവധി യൂസ് ചെയ്യാം, കാരണം വളരെ മൈന്യൂട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ലോഗോ അവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. സോ ഇങ്ങനെ ഈ പറഞ്ഞ സെറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ നമുക്ക് ലോഗോസിൻ്റെ എഡ്ജസ് എല്ലാം മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ അതൊരു ബോക്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ചില കേസസിൽ 2-ൽ കൂടുതൽ അല്ലെങ്കിൽ 3-ഓ 4-ഓ ഒക്കെ ലോഗോസ് ചിലപ്പോൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുക, കാരണം ടൈം എന്നൊരു എലമെൻറ്റ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്കിന് ക്വാളിഫിക്കേഷൻ ടാസ്കിനില്ല. സോ നിങ്ങൾ പരമാവധി കെയർഫുൾ ആയിട്ട് ടൈമൊക്കെ എടുത്ത് ടൈം കൺസ്യൂം ചെയ്ത് മാത്രം
ലോഗോസ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ബോക്സിനുള്ളിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കുക. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടാസ്ക്. ആൻഡ് ഈ ടാസ്കിൽ ഈ നൈക്കിയുടെ ഈ പറഞ്ഞ രണ്ട് പർട്ടിക്കുലർ ഷൂസിൻ്റെ ആ ലോഗോസ് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ നമ്മൾ 24 ടാസ്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് 100% ആക്യുറസിയോടുകൂടി ഈ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് ഇവിടെ പാസ്സായിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ ഒറിജിനൽ ജോബിലേക്ക്, അതായത് ഏകദേശം 1000 ടാസ്കിന് $2 തരുമെന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി. സോ ഇവിടെ ബാലൻസ് ഇവിടെ കാണാം 0.14 ആയിരുന്നു, 0.04 ആയിരുന്നു ഈ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ. ഇപ്പോൾ അത് 0.14 ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ സ്റ്റാർട്ട് വർക്കിംഗ്, ആ ജോബ് എടുത്തതിന് ശേഷം അതിൽ സ്റ്റാർട്ട് വർക്കിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആൻഡ് ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ആ ഒരു പർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ ടെസ്റ്റിൽ ചെയ്ത പോലെ തന്നെ കുറേ ഇമേജസ് തരും. ആ ഇമേജസ് ഇവരിവിടെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ടാസ്കിന് ടൈമർ ഇല്ലായിരുന്നു, അതായത് സമയം ഒരു പ്രശ്നമല്ലായിരുന്നു. എന്നാൽ ഈ റിയൽ ജോബിലേക്ക് വരുമ്പോഴത്തേക്കും ടൈം ഒരു ഇഷ്യൂ ആണ്. അതായത് ഏകദേശം നമുക്ക് 2 മിനിറ്റ് മാത്രമാണ് ഒരു പർട്ടിക്കുലർ ഇമേജിലെ ലോഗോസ് ബൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രോ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയം. സോ ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ വളരെ കെയർഫുള്ളായിട്ട് ഇമേജസ് ഈ പറഞ്ഞ രീതിയിൽ ബോക്സ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് അല്ലെങ്കിൽ ജോബിൻ്റെ നേച്ചർ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ബാക്കിയുള്ള, അതായത് ഈ ടാസ്കിൽ ഞാൻ വളരെയധികം കാര്യങ്ങൾ ഇനി മുന്നോട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ചെയ്തത്രയും തന്നെ ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ജോലി എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ജോബിൻ്റെ നേച്ചർ എങ്ങനെയാണെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാവും. സോ ഇതിൽ നിങ്ങൾക്ക് ബൗണ്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പറയുന്ന റെപ്രസെൻറ്റ് ചെയ്യാൻ ഇല്ലാത്ത ലോഗോസ് അല്ലെങ്കിൽ ഇമേജസ് കാണുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ടു ബൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് ഇമേജസിൻ്റെ സൈഡ്സ് എല്ലാം നോക്കി മാത്രം അതിന് ചുറ്റും ബോക്സുകൾ വരയ്ക്കാൻ ശ്രമിക്കുക. സോ ഞാനിവിടെ ആ ഒരു പർട്ടിക്കുലർ ജോബിലെ 11 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് ഏകദേശം $0.02 അവിടെ ഇൻക്രീസ്ഡ് ആയിട്ടുണ്ട്. കാരണം ഈ ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ്, ഈ ഒരു ജോബ് തുടങ്ങുന്നതിന് മുന്നേ അത് 0.14 ആയിരുന്നു, ഇപ്പോൾ അത് 0.16 ആയിട്ടുണ്ട്. സോ അതിൽ 2000 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏകദേശം $2 അല്ലെങ്കിൽ $2 കിട്ടുക. സോ ഈ ഒരു വെബ്സൈറ്റിൽ കുറച്ചുകൂടി അധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ തൊട്ട് മുകളിൽ മൈ ബാഡ്ജസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മൾ എലിജിബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് കുറച്ചുകൂടി അധികം ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എന്ന് ഈ സിസ്റ്റത്തെ ബോധിപ്പിക്കുക, ആ ഒരു അവസ്ഥയാണ് അതിൻ്റെ കാര്യം. സോ ഞാനിവിടെ ഓൾറെഡി ആ കാറ്റഗറൈസേഷൻ എന്നൊരു ടോപ്പിക്കിൽ ഓൾറെഡി ഒരു ട്യൂട്ടോറിയൽ ചെയ്തായിരുന്നു. എന്നാലും അത് ഒന്നുകൂടെ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഒന്നുകൂടെ റീടേക്ക് ചെയ്യുകയാണ്. അതിനകത്ത് എനിക്ക് വേറെ എക്സ്ട്രാ ക്യാഷ് ഒന്നും കിട്ടുന്നില്ല. എങ്കിൽ പോലും ആ ഒരു പർട്ടിക്കുലർ കാര്യം ക്വാളിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ $0.02 നമുക്കവിടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്കിതിൽ എൻ്റെ പേയ്മെൻറ്റിൽ വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ വരാൻ പോകുന്നില്ല. സോ ഈ ഒരു ടാസ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഈ തന്നേക്കുന്ന ഇമേജിൽ ഒരു പേഴ്സൺ ആണോ അല്ലയോ എന്നുള്ളത് മാത്രം ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് തികച്ചൊരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയ ഒരു ടാസ്ക്കാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ തോന്നും. ഇവിടെ ആദ്യത്തെ ഒരു ഇമേജിൽ ഒരു സ്ക്യൂറലിൻ്റെ ഇമേജാണ് തന്നേക്കുന്നത്. സോ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് ഒരു പേഴ്സൺ അല്ല എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഇമേജസ് ആണ് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് തന്നേക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് ഇപ്പം ജസ്റ്റ് ഒരു ഹ്യൂമൻ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഏതെങ്കിലും ആനിമൽസിനെ അല്ലെങ്കിൽ ഡോഗിനെ, ആനിമൽസിനെയൊക്കെ തന്നിട്ടായിരിക്കും ചിലപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കുക. സോ ആ രീതിയിൽ കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു കാറ്റഗറൈസേഷൻ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ 16 ടാസ്കുകളാണ് ടോട്ടലായിട്ടുള്ളത്. അതിൽ നമുക്ക് 15 എണ്ണം കറക്റ്റാക്കിയാൽ മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറൈസേഷൻ മൊഡ്യൂൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ വലിയ അത്രത്തോളം കെയർഫുള്ളായിട്ടിത്, അല്ലെങ്കിൽ നേരത്തെ ചെയ്ത ടാസ്കിൻ്റെ അത്രയും കെയർഫുള്ളായിട്ട് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ ബോക്സ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. വളരെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ജസ്റ്റ് ഏത് കാറ്റഗറിയിൽ വരുന്ന ഇമേജാണ് നമുക്ക് തന്നേക്കുന്നത് മാത്രം ഐഡൻറ്റിഫൈ ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമല്ല, നേരെ മറിച്ച് ഇവിടെ റെഫറൽ പ്രോഗ്രാം, ഈ വെബ്സൈറ്റിന് ഒരു റെഫറൽ പ്രോഗ്രാം കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ്. സോ ലാസ്റ്റ് വീക്കിലെ ഈ വെബ്സൈറ്റിൽ ഏറ്റവും ടോപ്പ് ഏണേഴ്സിൻ്റെ ലിസ്റ്റാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആ ഒരു പേഴ്സൺ ഒരു 30,000 ടാസ്കുകളോളം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഏകദേശം ഒരു $61 സമ്പാദിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 4,500 ഇന്ത്യൻ രൂപയോളം വരും. കഴിഞ്ഞ ദിവസത്തെ ടോപ്പ് ഏണേഴ്സിൻ്റെ ലിസ്റ്റിൽ കാണാം ഏറ്റവും കൂടുതൽ $15.17 ആണ് ആ ഒരു ദിവസം അയാൾ ഏൺ ചെയ്തേക്കുന്നത്. അത് ഏകദേശം ഒരു 5,058 ടാസ്കുകളും ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 1,100 ആ ഒരു 1,100 ഇന്ത്യൻ റുപ്പീസ് ആ ഒരു റേഞ്ചിലേക്കാണ്
ഏൺ ചെയ്യുക. അപ്പം നമ്മൾ ഏകദേശം ഒരു $15 എത്തിയില്ലെങ്കിലും ഒരു 5 to 10 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും ഡെയിലി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മിനിമം പേ ഔട്ടായിട്ട് ഈ വെബ്സൈറ്റ് പറഞ്ഞിരുന്നത് ഏകദേശം $10 ആണ്. ആൻഡ് നിങ്ങൾക്കത് $2 ആയിട്ട് വരെ കുറയ്ക്കുകയും ചെയ്യാം. ആൻഡ് വീക്ക്ലി പേയ്മെൻറ്റ്സ് ആണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ട് പേയ്മെൻറ്റ് മെത്തേഡ്സ് ആണ് ഈ ഒരു വെബ്സൈറ്റ് ഓഫർ ചെയ്യുന്നത്, പേയ്പാലും ബിറ്റ് കോയിനും. സോ വളരെ തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേയ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ അതുവഴി നിങ്ങൾക്ക് ഇതിലെ ഏണിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്യാം. സോ ഈ വെബ്സൈറ്റിനെ പറ്റിയും ഈ വെബ്സൈറ്റിലൂടെ ഏതൊക്കെ രീതിയിൽ ഏൺ ചെയ്യാം എന്നതിനെ പറ്റിയും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിക്കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇതിലൂടെ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കാം, അല്ലെങ്കിൽ ഈ വെബ്സൈറ്റിലൂടെ വളരെയധികം സമ്പാദിക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എങ്കിലും തെറ്റില്ലാത്തൊരു എമൗണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലൂടെ ഏൺ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് ഷെയറിംഗ് ആൻഡ് കീപ് സപ്പോർട്ടിങ്.